ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം 67. അമ്മേ നാരായണ. നാമം 901. നാദരൂപിണി. പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായത് പ്രണവമന്ത്രമാണ്, ഓംകാരമാണ് ഉണ്ടായത്. ആ ഓംകാരത്തിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടായത് എന്നൊരു സങ്കല്പം. അപ്പോൾ ആദ്യമായിട്ടുണ്ടായ ആ ശബ്ദ തന്മാത്രയായി നാദരൂപിണിയായി പിറവിയെടുത്തത് ദേവി തന്നെയാണ് എന്ന് വർണ്ണനം. ദേവി വാണീദേവിയാണ് എന്ന് പറയുന്നു. നാവിൽ സരസ്വതി വിളയാടുക എന്ന് പറയുന്നു. അവശ്യ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയാനുള്ള ആ കഴിവ് നൽകി അനുഗ്രഹിക്കുന്ന വാണീദേവിയായ ശ്രീ സരസ്വതിയായ ദേവി ലളിതാ ത്രിപുര സുന്ദരി. ദേവിക്ക് സംഗീതത്തിലും സംഗീതജ്ഞരോടുമുള്ള പ്രിയം പലപ്പോഴായിട്ട് ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിക്കപ്പെടുന്നുണ്ട്. 902 വിജ്ഞാനകലന. ജ്ഞാനമാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദേവി ലളിതാ ത്രിപുര സുന്ദരി. ദേവി 14 വിദ്യകളുടെയും 64 കലകളുടെയും ആധാര കേന്ദ്രമാകുന്നു. 14 വിദ്യകളായി പറയുന്നത് 4 വേദങ്ങൾ, ഋഗ്, യജുർ, സാമ, അഥർവ വേദങ്ങൾ, ഉപവേദങ്ങളായ ആയുർവേദം, ധനുർവിദ്യ, ഗാന്ധർവ വേദം അല്ലെങ്കിൽ സംഗീതം, അർത്ഥശാസ്ത്രം. 6 വേദാംഗങ്ങൾ. വേദാംഗങ്ങളാണ് ശിക്ഷ അല്ലെങ്കിൽ ഫെനറ്റിക്സ്, കൽപ്പ റിച്വൽസ്, വ്യാകരണം അല്ലെങ്കിൽ ഗ്രാമർ, നിരുക്ത അല്ലെങ്കിൽ എറ്റിമോളജി, ഛന്ദസ് അല്ലെങ്കിൽ മീറ്റർ, ജ്യോതിഷം അല്ലെങ്കിൽ ആസ്ട്രോളജി. ഇതാണ് 14 വിദ്യകൾ. 64 കാമകലകൾ ഏതാണെന്ന് വിശദമായിട്ട് തന്നെ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കലകളുടെയും 14 വിദ്യകളുടെയും കേന്ദ്രമായ ദേവി ലളിതാംബിക ഭക്തനെ വിജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. വിജ്ഞാനം നേടുക എന്ന ആ ആഗ്രഹം അത് സാധ്യമാക്കുന്ന, അത് അനുഭവവേദ്യമാക്കുന്ന ദേവി ലളിതാംബിക ആത്യന്തികമായ ജ്ഞാനമായ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ദേവിയാണ് വിജ്ഞാനകലന എന്ന് വിളിക്കുന്നത്. 903 നാമം കല്യ. കല്യ എന്ന നാമത്തിന് പല അർത്ഥഭേദങ്ങൾ നൽകാം. കല്യാണി, കല്യം. കല്യം എന്നാൽ ഐശ്വര്യം, മംഗളദായകം, മംഗളം നൽകുന്നവൾ, ഐശ്വര്യദായകി എന്ന അർത്ഥത്തിൽ ദേവിയെ കല്യാണി എന്ന് വിളിക്കുന്നു. കലകളിൽ സമർത്ഥ എന്ന അർത്ഥത്തിൽ കല്യ എന്ന് വിളിക്കാം. ഇനി സൃഷ്ടിക്ക് കെൽപ്പുള്ളവൾ, സൃഷ്ടിക്ക് ആധാര കേന്ദ്രമായ പ്രകൃതിയായ ദേവി ലളിതാംബിക, ആ ദേവിയെ കല്യ എന്ന് വിളിക്കുന്നു. 904 നാമം വിദഗ്ധ. താൻ ഇടപെടുന്ന സമസ്ത മേഖലകളിലും പ്രത്യേക വൈദഗ്ധ്യമുള്ള ദേവി ലളിതാംബിക. അതിപ്പോൾ 64 കലകളിലായാലും പ്രപഞ്ചത്തിൻ്റെ രാജ്ഞി എന്ന നിലയിലായാലും ഒരു യോദ്ധാവ് എന്ന നിലയിലായാലും ദേവി ചെയ്യുന്ന കർത്തവ്യങ്ങളിലെല്ലാം പ്രത്യേക സാമർഥ്യം പുലർത്തുന്ന ദേവി ലളിതാംബിക. ബുദ്ധി കൂർമ്മതയുള്ളവൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദേവിയെ വിദഗ്ധ എന്ന് വിളിക്കുന്നു. 905 നാമം ബൈന്ധവാസന. ബൈന്ധവം എന്നാൽ ബിന്ദുവിനെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം. ശ്രീചക്രത്തിൽ ദേവീശക്തിയെ ആവാഹിക്കുന്ന ശ്രീചക്രത്തിന് നടുവിലായിട്ടൊരു ബിന്ദു ഉണ്ട്. അതിനെ സർവാനന്ദമയ ചക്രം അല്ലെങ്കിൽ ബൈന്ധവ സ്ഥാനം എന്ന് വിളിക്കുന്നു. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ദേവി ലളിതാംബിക, അവിടെ ആസനസ്ഥയായിട്ടുള്ള ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിൽ ദേവിയെ ബൈന്ധവാസന എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന, ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ലളിതാംബിക, ആ അർത്ഥത്തിലാണ് ദേവിയെ ബൈന്ധവാസന എന്ന് വിളിക്കുന്നത്. ഇനി ശിവനെയും ശക്തിയെയും വെളുപ്പ്, ചുവപ്പ് എന്നീ ബിന്ദുക്കളാൽ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ബൈന്ധവാസനയായ ഒരു ബിന്ദു മണ്ഡലത്തിൽ വസിക്കുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിലും ദേവിയെ ബൈന്ധവാസന എന്ന് വിളിക്കാം. 906 നാമം തത്വാധിക. തത്വങ്ങൾ.
ഭാരതത്തിൽ പല ദാർശനിക ചിന്തകളുണ്ട്. സാഖ്യദർശനം, വൈശേഷിക ദർശനം, ന്യായദർശനം, മീമാംസാ ദർശനം. ഇവരെല്ലാം തന്നെ യാഥാർത്ഥ്യത്തെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മനുഷ്യൻ്റെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവരൊക്കെ അന്വേഷിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സാഖ്യദർശനമാണെങ്കിൽ യാഥാർത്ഥ്യത്തെ അവർ രണ്ടായിട്ട് കാണുന്നു, പ്രകൃതിയും പുരുഷനും. അപ്പോൾ ഈ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം എന്നൊരു ഫാക്ടറിനെയാണ് തത്വമായിട്ട് പറയുന്നത്. ഇപ്പോൾ ശൈവമതത്തിലാണെങ്കിൽ 36 തത്വങ്ങളുണ്ട് എന്ന് പറയുന്നു. ശുദ്ധതത്വങ്ങൾ, അശുദ്ധ തത്വങ്ങൾ, ശുദ്ധാശുദ്ധ തത്വങ്ങൾ. സദാശിവനും ശക്തിയുമൊക്കെ ശുദ്ധ തത്വങ്ങളായിട്ടാണ് ശൈവമതത്തിൽ പറയുന്നത്. അപ്പോൾ ഈ തത്വങ്ങൾക്കൊക്കെ അപ്പുറമുള്ള ഒരു ശക്തിയായിട്ടാണ് ദേവിയെ കാണുന്നത്. ലളിതാ സഹസ്രനാമം എടുത്താൽ തന്നെ ദേവിയെ ആകാശത്തോടും സമുദ്രത്തോടും ഒക്കെ ഉപമിക്കുന്നതായിട്ട് കാണാം. അതായത് മനുഷ്യൻ്റെ ഭാവനാമണ്ഡലത്തിൽ നമുക്ക് ഏറെ വിസ്തീർണമായിട്ട് അങ്ങനെ പരന്ന് കണ്ണെത്താ ദൂരം വരെ കിടക്കുന്ന രണ്ട് കാര്യങ്ങളായിട്ട് തോന്നുന്നത് ആകാശത്തെയും സമുദ്രത്തെയുമാണ്. അപ്പോൾ ദേവിയെ അതിനോട് ഉപമിക്കുക, അത്രത്തോളം വലിയ ശക്തി എന്ന അർത്ഥത്തിൽ ദേവിയെ അതിനോട് ഉപമിക്കുന്നു. എന്നാൽ ദേവിയാകുന്ന ശക്തി ആകാശത്തേക്കാളും പ്രപഞ്ചത്തെക്കാളും സമുദ്രത്തെക്കാളും ഒക്കെ എത്രയോ വലുതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന തത്വങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു ശക്തി സ്വരൂപിണിയായ ദേവി ലളിതാംബിക. 907 തത്വമയി തത് ത്വം ഐ. അത് ആ സത്യം, ആ തത്വമായിരിക്കുന്നത് ദേവി തന്നെയാകുന്നു. ഈ തത്വം, യാഥാർത്ഥ്യം, സത്യം എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്? ബ്രഹ്മത്തെയാണ്. ആ പരമമായ സത്യമായി, ആ ജ്ഞാനമായിരിക്കുന്ന ദേവി ലളിതാംബിക, ആ ദേവിയെയാണ് തത്വമയി എന്ന് വിളിക്കുന്നത്. തത്വത്തിന് അപ്പുറം സ്ഥിതി ചെയ്യുന്ന, അത്രത്തോളം വികസിച്ച് നിൽക്കുന്ന ദേവി, തത്വമായിട്ടിരിക്കുന്ന ദേവി. ഇനി 908 നാമം നോക്കൂ. തത്വമർത്ഥസ്വരൂപിണി. തത് ത്വം. തത് എന്നാൽ പരമാത്മാവ്, ആ ബ്രഹ്മസ്വരൂപിണിയായതും, ത്വം ജീവാത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ആത്മനായിട്ടിരിക്കുന്നതും ആര് തന്നെയാണ്? ദേവി ലളിതാംബിക തന്നെയാകുന്നു. അപ്പോൾ തത്വമർത്ഥമായി, തത്വമസിയായി, അത് നീയാകുന്നു എന്ന ആ തത്വമസി പൊരുളായിട്ടിരിക്കുന്നതും ദേവി തന്നെ എന്ന് അർത്ഥം. 909 നാമം സാമഗാനപ്രിയ. ദേവിക്ക് സംഗീതത്തിലുള്ള പ്രിയം ഏറെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതാണ്. സാമവേദം ഇതിലെ ശ്ലോകങ്ങളൊക്കെ ഗാനരൂപത്തിൽ ആലപിക്കപ്പെടുന്നതാണ്. സമവേദം സംഗീത പ്രാധാന്യമുള്ളതാണ്. ആ സാമവേദത്തിൽ പ്രത്യേക പ്രിയമുള്ളവൾ, സാമഗാനം സംഗീതത്തിൽ പ്രത്യേക പ്രിയമുള്ളവൾ. രാവണൻ സാമവേദം ചൊല്ലിയാണ് ശിവനെ പ്രീതിപ്പെടുത്തിയത് എന്നാണ് സങ്കല്പം. 910 സൗമ്യ. ശാന്തസ്വരൂപിണി എന്നൊരു അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ സോമൻ, ശിവൻ. ആ സോമൻ്റെ പത്നിയായ ഉമയായ ദേവി ലളിതാംബിക, ദേവിയെ സൗമ്യ എന്ന് വിളിക്കാം. 911 നാമം സദാശിവ കുടുംബിനി. സദാശിവൻ, ശിവൻ്റെ സർവശക്തൻ എന്നൊരു ഭാവമാണ് സദാശിവൻ. ശൈവമതത്തിൽ ശുദ്ധതത്വങ്ങളിൽ ഒന്നായി പറയുന്നത് സദാശിവരൂപിയായ ആ മഹാദേവനെയാണ്. ആ സദാശിവ പത്നിയായ, സദാശിവ കുടുംബിനിയായ ദേവി ലളിതാംബിക. ഒരിക്കൽ കൂടി ദേവി ആ ശിവപത്നിയാണ്, ആ ബ്രഹ്മമൂർത്തിയുടെ പത്നിയായ ആദിപരാശക്തിയാണ് എന്ന് പറയുന്നു. നമ്മളിന്ന് 901 മുതൽ 911 വരെയുള്ള നാമങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? നാദരൂപിണി, വിജ്ഞാനകലന, കല്യ, വിദഗ്ധ, വൈന്ധവാസന,
തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി.